ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു ഞണ്ട് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് എല്ലാവരുടെയും നാട്ടിൽ എന്താ ഇതിന് പേരെന്ന് അറിയില്ല, കാരണം മിക്ക നാട്ടിലെല്ലാം ഉണ്ടെന്ന് തോന്നി ഈ ഒരു കറി. പക്ഷെ എൻ്റെ തലശ്ശേരി നാട്ടിൽ ഇതിന് വറുത്തരച്ച തേങ്ങാക്കറി എന്നാണ് പറയാൻ. വറുത്തരച്ച ഞണ്ട് കറി അല്ലെങ്കിൽ വറുത്തരച്ച തേങ്ങാക്കറി ആ ഒരു രീതിയിലാണ് നമ്മൾ പറയാറ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ ഒരു ഞണ്ട് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ഞണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലുപ്പമുള്ള ഞണ്ടാണ്. അപ്പോൾ അത്രയ്ക്ക് വലുതായിട്ട് എനിക്ക് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തൊരു കാര്യം. അപ്പോൾ ഞാൻ ഇത് 2 കഷ്ണമാക്കിയിട്ട് ആ മിഡിൽ ഭാഗം ഒന്ന് 2 കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയാണെന്ന്, അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ്, നല്ല വലുപ്പമുള്ള സൈസിൽ ഒരു അത്യാവശ്യം മീഡിയം സൈസായിട്ടുള്ള ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് ഞാനിപ്പോൾ 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നിറയെ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇനി നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ തേങ്ങയൊന്ന് വറുത്തെടുക്കാൻ. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വറുത്തെടുക്കണം കേട്ടോ, കാരണം ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം കൂടുതൽ ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി വറുത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ അത്യാവശ്യം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് വറുത്തെടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഫ്ലെയിമിൻ്റെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കണേ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കറിക്ക് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഫ്ലെയിമിൻ്റെ കാര്യം കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കുക. എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നല്ലൊരു സ്മെല്ലും വരും. ഏതാണ്ട് സെറ്റായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരും. തേങ്ങയിലൊക്കെ നന്നായിട്ട് പൊടികളൊക്കെ പിടിച്ചിട്ട് പൊടിയുടെ കളറൊക്കെ ചെറുതായിട്ടൊരു മാറി വരും. ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മളിത് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാനിൽ തന്നെ വെച്ചിട്ട് നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകും. കാരണം പാനിൽ നല്ല ചൂടായിരിക്കുന്ന സമയമല്ലേ, അപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വേണം നന്നായിട്ട് തണുക്കാൻ വെക്കാൻ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുപോലെ പ്ലേറ്റിലൊന്ന് ഇട്ടിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇനി തേങ്ങ നമ്മുടെ അവിടെ നിന്ന് തണുത്ത് വരട്ടെ. ആ ഒരു സമയം നമുക്ക് കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. ഏതാണ് നിങ്ങൾക്ക് കറിക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഓയിലിനേക്കാളും വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതുപോലത്തെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കറിവേപ്പില ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കാരണം നമ്മൾ തേങ്ങ വറക്കുന്ന സമയത്ത് സവാള ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ സവാള മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ അത്യാവശ്യം വഴറ്റിയെടുക്കും. ഇനി നമുക്കിത് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നല്ലപോലെ തന്നെ ഒന്ന് വഴന്ന് കിട്ടണേ. ഇപ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ വേറെ ഇതിൽ പുളിയും കാര്യങ്ങളൊന്നും ചേർക്കില്ല. അതുകൊണ്ട് തക്കാളിയുടെ പുളിപ്പാണ് നമുക്ക് ഈ ഒരു കറിക്ക് അത്യാവശ്യം പുളി തരുന്നത്. അപ്പോൾ അതിനായിട്ട് കണക്കായിട്ട് തന്നെ നല്ല പഴുത്ത രീതിയിലുള്ള തക്കാളി തന്നെ എടുത്തിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് എത്രയാണോ പുളി ആവശ്യം അതിന് രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എങ്കിലേ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
ഇപ്പം നമ്മുടെ തക്കാളി അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇനി ഒരു വലിയ ബോൾ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 4-5 പച്ചമുളക് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണേ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴലാൻ വേണ്ടിയിട്ട് വെക്കാം. നന്നായിട്ട് വഴന്ന് കിട്ടണം കേട്ടോ. ഇപ്പോൾ തക്കാളി അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ടിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഈ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഈ ഞണ്ടിലേക്ക് പിടിച്ച് കിട്ടുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഞണ്ട് ഇവിടുന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന തേങ്ങയിൽ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തേങ്ങ അരയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണേ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മൾ ഞണ്ടിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ, പക്ഷെ ഞണ്ട് നന്നായിട്ട് വെന്തിട്ടും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ തേങ്ങ അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി തേങ്ങ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ചിട്ട് വെള്ളവും ചേർത്ത് കൊടുക്കണേ. അല്ലാതെ നല്ല തിക്കായിട്ടുള്ളൊരു കറിയായിട്ട് മാറും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ തേങ്ങയുടെ പച്ച ചോയൊക്കെ മാറുന്നവരെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ അടപ്പ് തുറന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില, ഇത് ആവശ്യമില്ല, നിങ്ങൾക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തു, കാരണം കൂടുതൽ ടേസ്റ്റായിട്ട് കിട്ടും. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ തേങ്ങയൊക്കെ പതച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് സമയം കൂടി, ഒരു 3-4 മിനിറ്റും കൂടി ഇങ്ങനെ ഒന്ന് പതച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒട്ടും നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പതക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം വറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. പക്ഷേ നിങ്ങൾക്ക് എത്രയാണോ ഈ കറിക്ക് തിക്നെസ് ആവശ്യം അതിനനുസരിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒറോട്ടയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്